വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടും കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. സൂര്യഗായത്രിയുണ്ട്. സൂര്യ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ഇപ്പോൾ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, അല്പസമയത്തിനുള്ളിൽ തന്നെ സാൻ ഫെർണാണ്ടോ തീരത്ത് നങ്കൂരമിടുമെന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ 2 തവണ വാട്ടർ സല്യൂട്ട് നൽകിയാണ് വലിയ സ്വീകരണമാണ് കപ്പലിന് നൽകിയിട്ടുള്ളത്. നാളെ നടക്കുന്ന ഔദ്യോഗിക പരിപാടിയിലും ഉദ്ഘാടന പരിപാടിയിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ, വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് തീരത്ത് നങ്കൂരമിടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 1600ഓളം കണ്ടെയ്നറുകളുമായിട്ടാണ് ഷിപ്പ് ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ ജൂലൈ 2-നാണ് ചൈനയിൽ നിന്ന് കപ്പൽ യാത്ര തിരിച്ചത്. കൊളംബോ വഴിയാണ് യാത്ര തിരിച്ചത്. ലോകത്തിലെ ആദ്യത്തെ തന്നെ 2ാമത്തെ വലിയ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഈ സാൻ ഫെർണാണ്ടോയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖ തീരത്തേക്ക് എത്താൻ പോകുന്നത്. വലിയ പ്രതീക്ഷയുമായിട്ട് സംസ്ഥാനത്തിന് തന്നെ നൽകുന്ന വലിയ വികസനവുമായിട്ടാണ് ആദ്യത്തെ ചരക്ക് കപ്പൽ തീരത്തെത്തുന്നത്. അത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളും പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് കപ്പലിനെ നമ്മൾ വരവേൽക്കുന്നതും. നാളെ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വിഴിഞ്ഞം തുറമുഖ MD-യും അത്തരത്തിൽ വലിയ ആഘോഷ പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കപ്പലിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി വിഴിഞ്ഞം തുറമുഖം എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ വേണ്ടതുണ്ട്. മെഡിക്കൽ ക്ലിയറൻസിന് ശേഷമായിരിക്കും കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങുക. ഈ ബർത്തിങ്ങിന് ശേഷമായിരിക്കും മറ്റ് ക്ലിയറൻസ് നടപടികളൊക്കെ നടക്കുക എന്നൊരു വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വലിയ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുമെന്നും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-3 മാസത്തോളം ട്രയൽ റണ്ണ് നടത്തേണ്ടതായിട്ട് വരും. അതിനുശേഷമായിരിക്കും മറ്റ് പ്രക്രിയകളിലൊക്കെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുക. ഏകദേശം 92% പണികൾ മാത്രമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇനിയും പൂർത്തിയാകാൻ ബാക്കി നിൽക്കുമ്പോഴും ആദ്യത്തെ ചരക്ക് കപ്പൽ തീരത്തേക്ക് എത്തുന്നത് എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. വലിയ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ തീരത്തേക്ക് അണയാൻ പോകുന്നത്, തീരത്ത് നങ്കൂരമിടാൻ പോകുന്നത്. ഏകദേശം 2015-ലാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടുന്നത്. അതിനുശേഷം ഒരു 9 വർഷത്തോളം എടുത്തു തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ നിരവധി കടമ്പകൾ ഈ പദ്ധതിക്ക് കടക്കേണ്ടതായിട്ട് വന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ തീരശോഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആശങ്കകളൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുതലപ്പുഴയിൽ അടക്കം നടക്കുന്ന അപകടങ്ങളെ തുടർന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കാത്തതും അതുപോലെ തന്നെ ശംഖുമുഖം തീരം പഴയ പടിയാകാത്തതും ഒക്കെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടങ്ങളിൽ നഷ്ടപരിഹാരം സർക്കാർ നൽകാതിരുന്നതും ഒക്കെ തന്നെ അവരിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നതിന് സാഹചര്യം ഒരുക്കി. ഇപ്പോഴും ചില വിഭാഗം അത്തരത്തിൽ എതിർപ്പുമായിട്ട് അല്ലെങ്കിൽ അനുനയ ചർച്ചകൾക്ക് വഴങ്ങാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും സർക്കാർ എല്ലാവരെയും ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും സർക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്തിയ പദ്ധതിയിലേക്ക് അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന പരിപാടികളുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ തന്നെ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി അനുനയ ചർച്ച നടത്തുകയും അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് നടപ്പിലാക്കി കൊടുക്കുമെന്നൊരു വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ജമാഅത്ത് തങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഉദ്ഘാടന പരിപാടിയുമായിട്ട് സഹകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
തോമസ് ജെ നെറ്റുവാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. ഔദ്യോഗിക ക്ഷണം ലഭിക്കാത്തത് കൊണ്ട് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാണ് മാറി നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരത്തേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിഴിഞ്ഞം തുറമുഖത്ത് നടത്തുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും തന്നെ കപ്പലിനെ കാണുന്നതിനു വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലിനെ കാണുന്നതിന് വേണ്ടി തുറമുഖത്തിന്റെ പല ഭാഗങ്ങളിലും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാധ്യമങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ആ ഒരു കാത്തിരിപ്പ് തുടരുകയാണ്. എന്തായാലും ആ കാത്തിരിപ്പിന് വിരാമമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ തീരത്തണിയും. സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി നങ്കൂരമിടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റു ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നാളെ തന്നെയായിരിക്കും നടക്കുക. വലിയ ആഘോഷ പരിപാടികളാണ് ആദ്യ ചരക്ക് കപ്പൽ തുറമുഖത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഒരു ഉത്സവ മഹാമഹമാക്കി ഈ ഒരു വരവിനെ കപ്പലിനെ സ്വീകരിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. സൂര്യ, കൂടെ തന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒരു കപ്പൽ അടുക്കുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇത് എത്തരത്തിലാണ് ഉപകാരപ്രദമാവുക? വൃന്ദ, ഈ തുറമുഖം വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ പങ്കുവച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു വികസനം നടക്കുമ്പോൾ, ഒരു തുറമുഖം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അത് തീരദേശവാസികളെ ദോഷകരമായി ബാധിക്കുമെന്നൊരു ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത് എന്ന ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. തീരശോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്കകൾ പ്രകടിപ്പിച്ചത്. പക്ഷേ അതിനൊക്കെ തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാര മറ്റ് സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നഷ്ടപരിഹാരമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇനി നൽകാനുള്ളത് ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ തുറമുഖം വരുന്നതോടുകൂടി ഏകദേശം 5000-ത്തിലധികം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ഉറപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് നിന്ന് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. തൊഴിൽ തേടി യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്യദേശത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരു പരിഹാരം ഈ തുറമുഖം അതിന്റെ പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകുകയാണ്. മറ്റൊന്ന്, വാണിജ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കാൻ പോകുന്നു ഈ തുറമുഖം വരുന്നതോടുകൂടി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു, ചരക്ക് നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എത്തിയിട്ടുള്ള സാൻ ഫെർണാണ്ടോ ചൈനയിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ 2-ന് യാത്ര ആരംഭിച്ച് കൊളംബോ വഴി എത്തിയ ഏറ്റവും വലിയ കപ്പലാണ്. അത്തരത്തിൽ വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു, ചരക്ക് നീക്കങ്ങൾ അങ്ങനെ നടക്കുന്നു. അങ്ങനെ വാണിജ്യ ഒരു കലണ്ടറിൽ നമ്മുടെ സംസ്ഥാനം അതിന്റെ ഏറ്റവും ഉയരത്തിൽ എത്താൻ പോകുന്നു എന്നതും ഏറ്റവും വലിയ വികസനത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന വികസന പദ്ധതി എന്ന് തന്നെ പറയുന്നത്. അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് കണക്കാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ കാര്യം. ഈ നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം 5000-ത്തിലധികം പേർക്ക് തൊഴിലവസരങ്ങൾ തുറമുഖം സാക്ഷാത്കരിക്കപ്പെടുന്നതോടുകൂടി ലഭിക്കാൻ പോകുന്നു എന്നൊരു ഉറപ്പ് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ തുറമുഖത്ത് കപ്പലെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷയും സന്തോഷവും പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വൃന്ദ, സൂര്യ, കൂടാതെ തന്നെ ഈ ലോകത്തെ എവിടെ നിന്നുള്ള കപ്പലുകൾക്കും വിഴിഞ്ഞത്തേക്ക് എത്താനും വിഴിഞ്ഞത്ത് നിന്ന് പോകാനും സാധിക്കുമെന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്? ഈ ഒരു തുറമുഖത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തെല്ലാമാണ്?
വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആഴം കൂടുതലുണ്ട് എന്നതാണ്. അതായത് ഏറ്റവും വലിയ കപ്പലിന് പോലും സുഖകരമായിട്ട് വന്ന് നങ്കൂരമിടാനുള്ള ഒരു സാഹചര്യം വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മറ്റ് തുറമുഖങ്ങളിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടിയാണ്. അത് നമ്മുടെ തുറമുഖത്തിനുണ്ട്. അതാണ് വിഴിഞ്ഞം തുറമുഖത്തിനെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ കപ്പലുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം തയ്യാറാണ്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഏകദേശം 1600ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളത്. ആ കണ്ടെയ്നറുകൾ ഇറക്കുന്ന ഒരു ജോലിയുണ്ട്. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും ആ കണ്ടെയ്നറുകളൊക്കെ തന്നെ കപ്പലിൽ നിന്ന് ഇറക്കുക. ബെർത്തിങ്ങിന് ശേഷമായിരിക്കും ക്ലിയറൻസ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കുക. എമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ തന്നെ ഇതിനായിട്ട് വേണം. മെഡിക്കൽ ക്ലിയറൻസിന് ശേഷം കണ്ടെയ്നറുകൾ ഇറക്കുമെന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും കപ്പല് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിഴിഞ്ഞത്ത് ബെർത്തിങ് പൂർത്തിയായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നങ്കൂരമിടും. നാളെയാണ് ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കും, ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുള്ളത്. കപ്പൽ എന്തായാലും വിഴിഞ്ഞം തീരത്ത് എത്തിയിട്ടുണ്ട്. വാട്ടർ സല്യൂട്ട്, 2 തവണ വാട്ടർ സല്യൂട്ടൊക്കെ നൽകി വലിയ ഒരു സ്വീകരണമാണ് കപ്പലിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ വലിയ ഒരു കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തീരത്ത് ആദ്യത്തെ ചരക്ക് കപ്പൽ എത്തുകയാണ്. സാൻ ഫെർണാണ്ടോ മദർഷിപ്പിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് സംസ്ഥാനം നൽകുന്നത്. അങ്ങനെ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള വലിയ ഒരു കാത്തിരിപ്പിന് ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ആദ്യത്തെ ചരക്ക് കപ്പൽ തുറമുഖത്തേക്ക് എത്തുന്നു. അത് കാണുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് തീരത്തേക്ക് അണയുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷമൊക്കെയുള്ള പരിപാടികൾ, ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നാളെയാണ് നടക്കുക. ശരി, അല്പസമയത്തിനകം തന്നെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും NTA യും CBI യും റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. 38 ഹർജികളാണ്